ഈ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാൻ രണ്ട് മുഖ്യ മാർഗങ്ങളുണ്ട്. ഈ കാണുന്നതാണ് നാവായിക്കുളം ജംഗ്ഷൻ. നാവായിക്കുളത്തിൽ നിന്ന് കല്ലമ്പലം സൈഡിൽ നിന്ന് നമ്മൾ നാവായിക്കുളത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ 1 കിലോമീറ്ററോളം മുന്നോട്ട് വന്നാൽ നമുക്ക് ഉദയഗിരിയിൽ എത്തിച്ചേരാൻ കഴിയും. ഉദയഗിരി എന്ന് പറയുന്നത് കല്ലമ്പലത്തിൽ നിന്ന് വരുന്നത് നാവായിക്കുളം റോഡും സന്ധിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോയാലാണ് നമ്മുടെ ചിറ്റായിക്കോട് ഏലായിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയുന്നത്. ഇതാണ് നമ്മുടെ ചിറ്റായിക്കോണത്ത് ഏലായിൽ. അല്ലെങ്കിൽ നമ്മൾ ഇതാണ് വർക്കല കല്ലമ്പലം റോഡിൽ. കല്ലമ്പലത്തിൽ നിന്ന് ഒരു 500 മീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് മാവിൻമൂടുണ്ട്. മാവിൻമൂടിൽ നിന്ന് ഒരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ആലപ്പുഴ മുക്ക് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട്. ആലപ്പുഴയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു മുക്കാണ് ആലപ്പുഴ മുക്ക്. ഇത് വരുന്നത് പനയാറ ഏരിയ എന്ന് വരുന്നതാണ്. ചാവർകോട്, മുത്താന, ആ രീതിയിൽ കല്ലുമലക്കുന്ന് നിന്നൊക്കെ വരുന്ന, ചെമ്മരുതി പഞ്ചായത്തിൽ നിന്നൊക്കെ വരുന്നത്. ആ ഭാഗത്തു നിന്ന് വരുന്നവർ മാവിൻമൂട് എത്തുന്നതിന് മുമ്പ് ഇടത്തേക്ക് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഉദയഗിരിയിൽ എത്തിച്ചേരും. നാവായിക്കുളത്തു നിന്ന് വരുന്നതും ഈ റോഡും മാവിൻമൂട്ടിൽ നിന്ന് വരുന്ന റോഡ് എത്തിച്ചേർന്ന ജംഗ്ഷനാണ് ഉദയഗിരി എന്ന് പറയുന്നത്. ഉദയഗിരിയിൽ നിന്ന് നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്താൻ കഴിയുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള റോഡ്. മറ്റേ റോഡ് മേലെ വീണ്ടും നാവായിക്കുളം ഏരിയ, ആ റോഡിലേക്ക് ഉള്ള ഏരിയയിലേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇതിൽ മാവുണ്ട്, മറ്റ് തെങ്ങുകൾ, വൃക്ഷങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ മൊത്തം മരത്തടി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് 25 സെൻറ്റ്. രണ്ടും രണ്ട് സ്പ്ലിറ്റായിട്ട് ആണ് കിടക്കുന്നത്. 56 സെൻറ്റ് ആദ്യവും അത് കഴിഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടിക്ക് ശേഷമാണ് 25.5 സെൻറ്റ് കിടക്കുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക. ഒരു നെഗോഷ്യബിൾ പ്രൈസിന് നമുക്കിത് സ്വന്തമാക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.